പോയിന്റിൽ നിന്നുള്ള കാഴ്ചകളും പ്രതികരണങ്ങളും വിശേഷങ്ങളും ആ ആവേശവും ഒക്കെയാണ് രഘു നമ്മളിലേക്ക് എത്തിച്ചതെങ്കിൽ ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഫിനിഷിംഗ് പോയിന്റിൽ നമുക്കിപ്പം ദിവിഷ് മണിയാണ് ചേരുന്നത്. ദിവിഷ്, പുന്നമടക്കായലിൽ ഈ ഓളപ്പരപ്പിലെ പുതിയ ജലരാജാവ് ആരാണെന്ന് അറിയാനുള്ള ആ ആവേശത്തിലാണ്, ആ കാത്തിരിപ്പിലാണ് നമ്മൾ ഓരോരുത്തരും. അവിടെയുള്ള ആവേശ കാഴ്ചകൾ എങ്ങനെയാണ്? ആരൊക്കെ എത്തിയിട്ടുണ്ട് അവിടേക്ക്? ആര്യ, എന്തായാലും പുന്നമടക്കായലിൽ ആവേശത്തിന്റെ തിരയിങ്ങനെ തെലുമ്പോൾ ആകാശത്തു നിന്നുകൂടി ആവേശത്തിനുണ്ട്. മഴ ദാ വീണ്ടും കനത്ത് പെയ്യുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ രഘുവൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇട്ടുകുത്തിയുടെ ആദ്യപാദ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി 3 മണിക്കാണ് മത്സരങ്ങൾ തുടങ്ങുക. ചുണ്ടൻവള്ളം, പിന്നെ തെക്കനോടി, കെട്ടുവള്ളം, തറവള്ളം, അങ്ങനെ ആ 3 മത്സരങ്ങൾ കൂടി കഴിഞ്ഞാൽ 3:45 നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫൈനൽ പോരാട്ടങ്ങൾ. രാജ്ഞിമാർ, രാജാക്കന്മാർ ആരാണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയാൽ ഗാലറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. മത്സരങ്ങൾ ഇല്ലെങ്കിൽ പോലും ആ ആവേശം അതേപോലെ നിലനിൽക്കുന്നു. കനത്ത മഴയുണ്ട്, പക്ഷേ അതൊന്നും ഇവിടെ വിഷയമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ വള്ളംകളിക്ക് മഴ കൂടി ഉണ്ടെങ്കിൽ ഒരു വേറെ വൈബാണ് എന്നാണ് ആലപ്പുഴക്കാർ പറയുക. കാരണം തുഴയുന്നവർക്ക് മഴ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ആവേശപൂർവ്വം അവർക്ക് തുഴയാൻ കഴിയും. നമ്മൾ അതിൻ്റെ അവസാനം കഴുത ഓരോ ബോട്ടുകൾ പോകും. അതാ അടുത്ത ഒരു വള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശമാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഗാലറിയിൽ നിന്നുള്ള ശബ്ദം തന്നെ മതി ഇവിടുത്തെ ആവേശം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ. മഴയെ വെല്ലുന്ന മനുഷ്യന്റെ ആരവം പുന്നമടക്കായലിന്റെ അരികുകളായി ഇങ്ങനെ അലയടിക്കുകയാണ്. ആകാശത്തുനിന്ന് നല്ല ശക്തമായ മഴ പെയ്തിറങ്ങുമ്പോൾ അതീവ ആവേശത്തോടെ മത്സരം മുറുകുകയാണ്. അതിഗംഭീരമായി മത്സരം മുന്നോട്ട് പോകുന്നു. ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആരവം പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ ഇനി കുറച്ച് സമയമാണ് ഉള്ളത്. അടുത്ത ഏറ്റവും പ്രധാനം നമുക്കറിയാം, ഏത് മത്സരമാണെങ്കിലും അതിൻ്റെ ഫൈനൽ പോരാട്ടം കാണാൻ വേണ്ടിയാണ് എല്ലാവരും തിരക്കി നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ ആളുകളുടെ ഒഴുക്കാണ്. അത് കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്, രാജ്യത്തിന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. പലവട്ടം ഈ ആവേശത്തിൻ്റെ കാഴ്ചകൾ കണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കൊതിച്ച് പിന്നെയും വരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഏറ്റവും ആവേശകരമായ മത്സരമാണ് പുന്നമടക്കായലിൽ. എനിക്ക് തോന്നി മഴ കൂടി ഇതിനൊരു ദൃശ്യഭംഗി കൂടുതൽ നൽകുന്നുണ്ട് എന്ന് തോന്നുക. ഓരോരോ ക്ലബ്ബുകളുടേതായ വള്ളങ്ങൾ ഫിനിഷിംഗ് പോയിന്റ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചുണ്ടൻവള്ളങ്ങളുടെയും തെക്കനോടി, കെട്ടുവള്ളം, തറവള്ളം അവയുടെ കൂടി ഹീറ്റ്സ് മത്സരങ്ങൾ കഴിഞ്ഞാലാണ് നമ്മൾ ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ഏറ്റവും ആവേശകരമായ കാഴ്ച തന്നെ മഴയത്തും പ്രത്യേകിച്ചും കോട്ടുകളൊക്കെ ഇട്ടും തൊപ്പി ഒക്കെ വെച്ച് എല്ലാവരും ആവേശത്തോടെ നിൽക്കുകയാണ്. ഒരു സംശയവുമില്ല. എന്തായാലും ഇനിയും ആളുകൾ, ഇപ്പോൾ ഇത്രയുമാണുള്ളത്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കകമോ മണിക്കൂറുകൾക്കമോ ഇവിടെ മുഴുവൻ തിങ്ങി നിറയുന്ന ആളുകളായിരിക്കും. ഒരുപക്ഷെ എങ്ങനെ ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിയും എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയേറെ തിരക്കിൻ്റെ ഒരു സമയമാണ്. മഴയൊന്നും ഇവിടെ ഒരു പ്രശ്നവുമല്ല. കാരണം ജലോത്സവത്തിൻ്റെ ആവേശം മഴയെ മറികടക്കാൻ പാകത്തിൽ ഇവിടുത്തെ ആളുകളെ സജ്ജരാക്കിയിരിക്കുന്നു. പുറത്തുനിന്ന് വന്നവർ, നേരത്തെ നമ്മൾ നടന്നു വരുമ്പോൾ ഒരു മലപ്പുറംകാരൻ ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയാണ് ഈ മത്സരം നടക്കുന്നത്, ഞങ്ങളോട് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കുറച്ച് ആവേശത്തിലാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിരുന്നു. എന്തായാലും എല്ലാവരും വളരെയധികം ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആനന്ദത്തോടെ ഈ ജലമേളയ്ക്ക് ഇരുകരകളിൽ നിന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ആര്യ, ഇത് തന്നെയാണ്, മഴ കനക്കുന്നുണ്ട്, പക്ഷേ ആവേശം ഒട്ടും കുറയുന്നില്ല. രഘുവും കണ്ണനും മാർഷലും ഒക്കെ സൂചിപ്പിച്ച പോലെ ജലോത്സവം ആലപ്പുഴയുടെ മഴ കൂടി മത്സരത്തിൽ ഇറങ്ങുന്നുണ്ട്. പക്ഷെ മഴയൊന്നും ഒരിക്കലും ആലപ്പുഴക്കാരുടെ, കുട്ടനാട്ടുകാരുടെ ആവേശത്തിന് തെല്ലും വിള്ളൽ വീഴ്ത്താൻ കഴിയുന്നില്ല. മഴയൊന്നും ഒന്നുമല്ല. കാരണം അവരെ സംബന്ധിച്ച് 1 വർഷം നീണ്ട കാത്തിരിപ്പാണ്, ഇത്രയും മാസങ്ങളുടെ പരിശീലനമാണ്. പല രാജ്യങ്ങളിൽ നിന്ന് അവധിയെടുത്ത് ഈ ഒരു ദിവസം അവിടേക്ക് എത്താൻ വേണ്ടി പുന്നമടക്കായലിലെ ഈ ജലപുരം കാണാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ജലരാജാവ് ആരാണെന്നറിയാൻ ബാക്കിയുള്ളത്.